വിനീതും മോനിഷയും തമ്മിൽ പ്രണയമുണ്ടായിരുന്നു. മലയാളികളേറെ സ്നേഹിക്കുന്ന നടിയായിരുന്നു മോനിഷ. അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തി പ്രേക്ഷക ഹൃദയം കവർന്ന നടനാണ് വിനീത്. ഇപ്പോഴിതാ മോനിഷയുടെ മരിക്കാത്ത ഓർമ്മകളെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച് നടൻ വിനീത് സംസാരിക്കുകയാണ്. 80കളുടെ തുടക്കത്തിൽ ബാലതാരമായി എത്തി പിന്നീട് നായക നടനിലേക്ക് എത്തിയ നടനാണ് വിനീത്. പത്മരാജൻ, MT വാസുദേവൻ നായർ, IV ശശി, ഹരിഹരൻ, ഭരതൻ തുടങ്ങിയ പ്രഗത്ഭന്മാർക്കൊപ്പമാണ് ആദ്യകാല സിനിമകൾ എല്ലാം. മികച്ചൊരു തുടക്കം ലഭിച്ചിട്ടും സൂപ്പർ താര പദവിയിൽ എത്താൻ കഴിയാത്തതിൽ നിരാശയില്ല എന്ന് പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഇടക്കാലത്ത് മൺമറഞ്ഞു പോയ കലാകാരി മോനിഷയുമായി താരം പ്രണയത്തിലാണെന്ന് വാർത്തകളും പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് വിനീത് പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. മോനിഷയെക്കുറിച്ച് വിനീത് ഇങ്ങനെ പറയുന്നു: വളരെ പ്ലസന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് മോനിഷ. എല്ലായ്പ്പോഴും മുഖത്ത് ഒരു ചിരിയുണ്ടാവും. കലപില സംസാരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അടുത്തുള്ളവരോട് മാത്രമേ പെട്ടെന്ന് കൂട്ടുകൂടുകയുള്ളൂ. ഞാനും മോനിഷയും 5ഓളം സിനിമകൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല സുഹൃത്തുക്കളായിരുന്നു. ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്നത് കാരണം മോനിഷ അധികം സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഞാനും മോനിഷയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന വാർത്ത അക്കാലത്ത് സജീവമായിരുന്നു. കാരണം ചെയ്ത സിനിമകൾ എല്ലാം അത്തരത്തിലുള്ളതാണ്. ഒരിക്കൽ ഗോസിപ്പുകൾ വായിച്ച മോനിഷ തമാശയിൽ ചോദിച്ചിരുന്നു, എങ്കിൽ പിന്നെ നമുക്ക് ശരിക്കും ഡേറ്റ് ചെയ്തൂടെ എന്ന്. എന്നാൽ ശരിക്ക് പ്രേമിക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല അന്ന് രണ്ടുപേർക്കും. സിനിമ തുടങ്ങിയാൽ ഒരുപാട് ഉത്തരവാദിത്തമാണ്. ഡയലോഗ് പഠിക്കണം, അടുത്ത സീനിൻ്റെ ടെൻഷൻ. ഇതിനിടയിൽ റൊമാൻസിനൊന്നും സമയമില്ലായിരുന്നു. യാതൊരു വ്യവസ്ഥകളുമില്ലാത്ത സുഹൃത്ത് ബന്ധത്തിനപ്പുറം ഒന്നും തന്നെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല, വിനീത് പറഞ്ഞു. എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു അനുഭവമുണ്ട്. ശ്രീദേവി മാമിനെയും കൂട്ടി ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. ലഗേജിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മോനിഷ എന്ന് എഴുതിയ ഒരു ഓറഞ്ച് കളർ സ്യൂട്ട് കേസ് മുന്നിലേക്ക് വന്നു. ആ സ്യൂട്ട് കേസ് വാങ്ങി വന്ന് എന്നെ കാണിച്ച ആ ദിവസമാണ് എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത്. ഇപ്പോഴും മരിച്ചു എന്ന് വിശ്വസിക്കാൻ ആവുന്നില്ല. എവിടെയോ ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. മോനെ, മോനിഷ നമ്മളെ വിട്ട് എല്ലാം പോയി എന്ന് ആൻറ്റി പറയുമ്പോൾ ഞാൻ ആകെ തരിച്ചു പോയി. തീ പോലെ എന്തോ ഒന്ന് എൻ്റെ ശരീരത്തിലൂടെ പാഞ്ഞു. അവിടെ ഇരുന്നു പോയി ഞാൻ. മോനിഷയുടെ മരണം തനിക്ക് വലിയ ഷോക്കായിരുന്നു എന്നും വിനീത് പറഞ്ഞു. മരിക്കുന്നതിന് തലേ ദിവസം വരെ ഒരുമിച്ചുണ്ടായിരുന്നത് ആണെന്നും വിനീത് പറഞ്ഞു. എപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആളായിരുന്നു മോനിഷയെന്നും വിനീത് ഓർക്കുന്നു.